നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വ്യാസമഹർഷി പുത്രനായ ശുകനോട് ഭാഗവതം പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഭാഗമാണല്ലോ അധ്യായം 16 ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത്. ആ ഭാഗത്ത് നിന്ന് വ്യതിചലിച്ചാണ് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ കഥ വന്നത്. ഇപ്പോൾ വ്യാസമഹർഷി പറയുകയാണ്, എന്നെയും ശുകനെയും ആ പുരാണ കഥ പറഞ്ഞു കേൾപ്പിച്ചു, ഞങ്ങളത് നല്ലതുപോലെ പഠിക്കുകയും ചെയ്തു. ശുകൻ അപ്പോൾ മുതൽ മറ്റൊരു വസിഷ്ഠനെ പോലെ വ്യാസാശ്രമത്തിൽ കഴിയാൻ തുടങ്ങി. അദ്ദേഹം വളരെ മൗനിയായി കാണപ്പെട്ടു. ഒന്നും ശരിക്ക് ഭക്ഷിക്കുകയോ നന്നായി ഉറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ശുകൻ ചിന്താവിഷ്ടനായി ഇരിക്കുന്നത് വ്യാസൻ അതിനോട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പല ഉപദേശങ്ങളും മകന് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, ഞാനീ പറഞ്ഞതുകൊണ്ടൊന്നും നിൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ലെങ്കിൽ നീ മിഥിലയിലേക്ക് പോവുക. അവിടെ ജനക രാജാവ് വളരെ ബ്രഹ്മജ്ഞാനിയും ശുദ്ധചിത്തനുമൊക്കെയാണ്. അതുകൊണ്ട് നിൻ്റെ മനസ്സിന് ശാന്തി കിട്ടുന്ന വിധത്തിൽ അദ്ദേഹം നിന്നെ ഉപദേശിച്ച് വളരെ ഭക്തിമാനും യോഗ്യനുമാക്കി തീർക്കുമെന്ന് വ്യാസൻ ശുകനോട് പറയുന്നു. ഇനി അടുത്ത ശ്ലോകം തുടങ്ങി ചൊല്ലാം. ശ്ലോകം 49. സൂത ഉവാച. ശ്ലോകം 49. തച്ഛ്രുത്വാ വചനം തസ്യ വ്യാസസ്യാമി അതിതേജസഃ പ്രത്യുവാച മഹാതേജ ശുകച്ഛാരണി സംഭവഃ. അമിത തേജസ്സായ വ്യാസൻ്റെ ആ വാക്ക് കേട്ടിട്ട് മഹാതേജസ്വിയും അരണിയിൽ പിറന്നവനുമായ ശുകൻ മറുപടി പറഞ്ഞു. ശ്ലോകം 50. ദംഭോയം കില ധർമാത്മൻ ഭാതി ചിത്തേ മമാധുന ജീവൻ മുക്തോ വിദേഹച്ഛ രാജ്യം ശാസ്തി മുദന്വിതഃ. ധർമാത്മാവേ, ഇതൊരു ഭോഷ്കാണെന്നത്രേ എനിക്കിപ്പോൾ തോന്നുന്നത്. ജീവൻ മുക്തനായ വിദേഹൻ സന്തോഷത്തോടെ രാജ്യം ഭരിക്കുന്നു പോലും. ശ്ലോകം 51. വിന്ധ്യാപുത്ര ഇവാഭാതി രാജാസൗ ജനകപിതഃ കുർവൻ രാജ്യം വിദേഹ കിം സന്തോഹോയം മമാത്ഭുതഃ. അച്ഛാ, ഈ ജനക മഹാരാജാവ് വന്ധ്യാപുത്രനെ പോലെയാണ്. വിദേഹൻ രാജ്യം ഭരിക്കുകയോ? അത്ഭുതമായിരിക്കുന്നു. ഇതിലെനിക്ക് സംശയമുണ്ട്. ശ്ലോകം 52. ദ്രഷ്ടുമിച്ഛാമ്യഹം ഭൂപം വിദേഹം നൃപസത്തമം കഥം തിഷ്ടതി സംസാരേ പത്മപത്രമിവാംഭസി. നൃപോത്തമനായ വിദേഹ രാജാവിനെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം വെള്ളത്തിലെ താമരയില പോലെ എങ്ങനെയാണ് ഈ സംസാരത്തിൽ ജീവിക്കുന്നത്? ശ്ലോകം 53. സന്ദേഹോയം മഹാംസ്താത വിദേഹേ പരിവർത്തതേ മോക്ഷ കിം വദതാം ശ്രേഷ്ഠ സൗഗതാനാം ഇവാപരഃ. വിജ്ഞാനിയായ പിതാവേ, വിദേഹനെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സംശയമുണ്ട്. ബൗദ്ധർക്ക് ശരീരനാശമാണല്ലോ മോക്ഷം. ആ അർത്ഥത്തിലാണോ വിദേഹനെന്ന് പറഞ്ഞത്, ദേഹമില്ലാത്തവനെന്ന് പറഞ്ഞത്? ശ്ലോകം 54. കഥം ഭുക്തമഭുക്തം സ്യാദകൃതം ച കൃതം കഥം വ്യവഹാര കഥം ത്യാജ്യ ഇന്ദ്രിയാണാം മഹാമതേ. അനുഭവിച്ചത് എങ്ങനെ അനുഭവിക്കാത്തതാവും? ചെയ്തതെങ്ങനെ ചെയ്യാത്തതാവും? അനുഭവങ്ങൾ നിറഞ്ഞതാണ് വ്യാവഹാരിക ജീവിതം.
ആ സ്ഥിതിക്ക് ഇന്ദ്രിയ വ്യാപാരം എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ശ്ലോകം 55. മാതാ പുത്രസ്തഥാ ഭാര്യ ഭഗിനീ കുലടാ തഥാ ഭേദാഭേദ കഥം ന സ്യാത് അദ്യേതന്മുക്തതാ കഥം. അമ്മ, മകൻ, ഭാര്യ, സഹോദരി, വേശ്യ എന്നീ വക ഭേദബുദ്ധി ഇല്ലാതിരിക്കുന്നത് എങ്ങനെ? വ്യാവഹാരിക ജീവിതത്തിൽ ഇത് ഒഴിച്ചുകൂടാത്തതാണല്ലോ. ഈ ഭേദബുദ്ധി ഉണ്ടെങ്കിൽ മുക്തി എങ്ങനെ ലഭിക്കും? 55 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.